കോട്ടയം മണർക്കാട് തെരഞ്ഞെടുപ്പിന് പിന്നാലെ അക്രമം അഴിച്ചുവിട്ട് CPM. പ്രകോപനം കൂടാതെ CPM അക്രമികൾ BJP പ്രവർത്തകനെ ഇന്നലെ രാത്രി ക്രൂരമായാണ് മർദ്ദിച്ചത്. പരിക്കേറ്റ ഗോകുൽ സുരേഷ്, ശരത് ശശി, വിനീത് എന്നിവർ രാത്രി ആശുപത്രിയിൽ ചികിത്സ തേടി. CPM അക്രമികളെ പോലീസ് സംരക്ഷിക്കുകയാണെന്ന് ആരോപിച്ച് BJP മണർക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പ്രതികളെ പിടികൂടാൻ പോലും പോലീസ് തയ്യാറാകുന്നില്ല എന്നാണ് പുതുപ്പള്ളി മണ്ഡലം NDA സ്ഥാനാർത്ഥി രവീന്ദ്രനാഥ് വാകത്താനത്ത് പറഞ്ഞത്. കോട്ടയത്ത് നിന്ന് മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തെരഞ്ഞെടുപ്പിന് പിന്നാലെ കോട്ടയം മണർകാട് BJP പ്രവർത്തകർക്ക് നേരെ CPM വ്യാപക അക്രമം അഴിച്ചുവിടുകയാണ്. കൊട്ടിക്കലാശത്തിന്റെ സമയത്തും BJP പ്രവർത്തകർക്ക് നേരെ CPMന്റെ ആക്രമണമുണ്ടായി. ഇന്നലെ വൈകിട്ട് ക്രൂരമായ മർദ്ദനമാണ് 3 BJP പ്രവർത്തകർക്ക് CPM പ്രവർത്തകരിൽ നിന്നും നേരിടേണ്ടി വന്നത്. പുതുപ്പള്ളി മണ്ഡലം NDA സ്ഥാനാർത്ഥി രവീന്ദ്രനാഥ് വാകത്താനം നമുക്കൊപ്പം ചേരുന്നുണ്ട്. പുതുപ്പള്ളി മണ്ഡലത്തിൽ ഒന്നാകെ CPMന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ പ്രകോപനമൊന്നും കൂടാതെ ഉണ്ടാകുന്നു. എന്താണ് മണർകാട് BJP പ്രവർത്തകർക്ക് മേൽ സംഭവിക്കുന്നത്? അതായത് CPMന്റെ ഏറ്റവും ശക്തി കേന്ദ്രമെന്ന് അവർ അവകാശപ്പെടുന്നതാണ് പാമ്പാടി VN വാസവൻ തട്ടകം. അവിടെ കഴിഞ്ഞ ദിവസം കലാശക്കൊട്ടിന് 7-ാം തീയതി BJPയുടെ ശക്തമായിട്ടുള്ള ഒരു കലാശക്കൊട്ട് അവിടെ നടന്നത്. നിരവധിയായ പ്രവർത്തകർ അവിടെ എത്തി. അതിൽ CPMന്റെ ആളുകൾക്ക് അത് ഹാലിളകി. അതിന് അന്നേരം തന്നെ ആ സമയത്ത് തന്നെ CPMന്റെ തട്ടകത്തിൽ ഇത്രയും ശക്തമായ ഒരു പരിപാടി BJP സംഘടിപ്പിച്ചതിനെതിരെ അവരുടെ പ്രവർത്തകർ വന്ന് നമുക്ക് നേരെ കല്ലെടുത്തുകയും കുടിക്കമ്പ് ഉപയോഗിച്ച് നമ്മുടെ ചില പ്രവർത്തകർ മർദ്ദിക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് അന്ന് അവർ വെല്ലുവിളിച്ചിട്ടാണ് പോയത്. അതായത് ഇതിന് ശക്തമായ തിരിച്ചടി ഞങ്ങൾ തരും എന്ന് പറഞ്ഞിട്ട് പോയി. വാസ്തവൻ്റെ തട്ടകത്തിൽ ആൾ കളിക്കാറായോടെന്ന് ചോദിച്ചാൽ അവരവിടെ പ്രകോപനവരാണ് നമ്മൾ സംസാരിച്ച്. ഇന്നലെ നമ്മുടെ 3 പ്രവർത്തകർ ഭക്ഷണം കഴിക്കാനായിട്ട് ഇവിടെ ഒരു തട്ടുകട ചെന്നപ്പോഴത്തേനും, അതായത് നമ്മുടെ ഗോകുലും അതേപോലെ ശരത്ത്, വിനീത്, ഈ 3 പ്രവർത്തകർ കഴിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് CPMന്റെ ഒരു 10-30 ആളുകൾ വന്നു. അവർ നിരവധി ക്രിമിനൽ കേസിൽ പ്രതികളായിട്ടുള്ള ആളുകളാണ്. അവർ വന്ന് അതിക്രൂരമായിട്ട് മർദ്ദിച്ചു. ഹെൽമെറ്റ് കൊണ്ടടിച്ചു, അതേപോലെ തലയ്ക്ക് ഇഞ്ചുറി ഉണ്ട്, പിന്നെ ക്രൂരമായിട്ട് കട്ട കൊണ്ടിടിച്ചു. അങ്ങനെ നിരവധിയായ രീതിയിൽ മർദ്ദനമേറ്റു. ഇത് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ഓടിച്ചെന്ന് പോലീസ് സ്റ്റേഷനിൽ വിവരം. പോലീസ് വളരെ നിസ്സംഗത പാലിച്ചു. പോലീസുകാർ തന്നെ അവിടെ വന്നത് നമ്മൾ പലതവണ വിളിച്ചിട്ടാണ്. അപ്പം പോലീസ് വന്നതിന് ശേഷം പോലീസ് മാറി നിൽക്കുകയായിരുന്നു. CPMന്റെ മുഴുവൻ പ്രവർത്തകർ അവിടെ നിന്ന് പോയതിന് ശേഷം അവരെ പറഞ്ഞു വിട്ടതിന് ശേഷമാണ് ചാൾ ജോൺസൺ എന്ന് പറയുന്ന അവരുടെ DYSP വളരെ മോശമായിട്ട് പെരുമാറി എന്നെ കഴുത്തിന് പിടിച്ച് തള്ളുകയും നമ്മൾ പ്രവർത്തകരെ ലാത്തി കൊണ്ട് കുത്തുകയൊക്കെ ചെയ്തതാണ്. അതായത് മർദ്ദനമേറ്റ നമ്മളോടാണ് ഇത്രയും മോശമായിട്ട് പെരുമാറിയത്. അതിന് ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഇപ്പം നമ്മൾ പ്രതിഷേധ പ്രകടനം നടന്നത്. വരും ദിവസങ്ങളിൽ നടപടിയെടുത്തില്ലെങ്കിൽ 3 ഗുണ്ടകൾ, അതിനകത്ത് ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട് ജാമ്യത്തിൽ കഴിയുന്ന വിഘ്നേഷ് എന്ന് പറഞ്ഞ ആളും അതേപോലെ ബാക്കി 2 പ്രതികളും TR രഘുനാഥ് എന്ന് പറഞ്ഞ CPM നേതാവിൻ്റെ ജില്ലാ സെക്രട്ടറി വീട്ടിൽ ഒളിവിലായി. ഇപ്പം അത് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് അവർ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ അവൻ ചെയ്യുന്നില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ കൃത്യമായ നടപടി എടുക്കുന്നില്ല. അവർ പല പ്രാവശ്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അവർ വാസവൻ്റെയും TR രഘുനാഥിൻ്റെ ആജ്ഞയനുസരിച്ച് പ്രവർത്തിക്കുന്നുള്ള നിലപാടിലാണ് അവർ നിൽക്കുന്നത്. നമ്മുടെ പരാതി കേൾക്കാൻ അവർ തയ്യാറാകുന്നില്ല. പോലീസ് കൃത്യമായ നടപടി ഇക്കാര്യത്തിൽ സ്വീകരിക്കണം. അക്രമ സംഭവങ്ങൾ ഒഴിവാക്കുന്നതിന് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ കാര്യമായി ഉണ്ടാകണം എന്നുള്ള ആവശ്യമാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. ക്യാമറമാൻ ഹരികൃഷ്ണൻ ഹരിപ്പാടിനൊപ്പം മിഥുൻ മുരളി, ജനം, കോട്ടയം.